ഹായ് ഓൾ, വെൽക്കം വൺസ് അഗെയിൻ. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ ചെയ്യാറുള്ള ഫ്രം ദ ന്യൂ സെഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വേർഡ്സും എക്സ്പ്രഷൻസും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ടു കീപ് സംതിങ് കണ്ടെയ്ൻഡ്. ടു കീപ് സംതിങ് കണ്ടെയ്ൻഡ്. കണ്ടെയ്ൻഡ് കണ്ടെയ്ൻ എന്നുള്ള വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ടെയ്നർ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ട്. കണ്ടെയ്നർ നമുക്കറിയാം അല്ലെ, എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കാൻ ഉപയോഗിക്കുന്ന ടിൻ. അതല്ലാതെ കണ്ടെയ്നർ ലോറീസിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ടു കീപ് സംതിങ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ പരിധിയിൽ നിർത്തുക, ലിമിറ്റിൽ നിർത്തുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ടു കീപ് വിതിൻ ലിമിറ്റ്സ് ഓർ കൺട്രോൾ, എന്തിന്റെയെങ്കിലും ഒരു പരിധിയിൽ അല്ലെങ്കിൽ കൺട്രോളിൽ നിർത്തുന്നതിനെയാണ് നമ്മൾ ടു കീപ് സംതിങ് കണ്ടെയ്ൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ ന്യൂസ് ഈസ്, ഇതായിരുന്നു ന്യൂസ്. The blaze was contained after the joint effort by the NDRF and local administration. The blaze, അതായത് എവിടെയോ ഒരു വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, തീപിടുത്തം ഉണ്ടായി. അപ്പം ആ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനെ കുറിച്ച്, അതിനെ എങ്ങനെയാണ് കൺട്രോളിലാക്കിയത്, ലിമിറ്റ് ചെയ്യുക, സ്പ്രെഡ് ആവാതെ ലിമിറ്റ് ചെയ്തത് അല്ലെങ്കിൽ കൺട്രോളിൽ വരുത്തിയത് എങ്ങനെയാണെന്നാണ് സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വാസ് കണ്ടെയ്ൻ, സംതിങ് വാസ് കണ്ടെയ്ൻഡ്. ഇവിടെ നമ്മൾ ആ സംതിങ് എന്നുള്ളതിന് വന്നിരിക്കുന്നത് എന്താണ്? ദ ബ്ലേസ് എന്നുള്ളതാണ്. The blaze was contained after the joint effort by the joint effort എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള പരിശ്രമം. NDRF ടീമിന്റെയും ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെയും ഒരുമിച്ചുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ബ്ലേസിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയത്, കൺട്രോൾ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അടുത്തത് കമൻഷറേറ്റ്. കമൻഷറേറ്റ് എന്ന് പറഞ്ഞാൽ ആനുപാതികമായി, മലയാളത്തിൽ പറഞ്ഞാൽ ആനുപാതികമായി. അപ്പൊ അതിന് നമ്മൾ ഇക്വലൻ ടു എന്നുള്ള വേർഡ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. ഇക്വലൻ ടുവിന് പകരം നമുക്ക് കമൻഷറേറ്റ് എന്നുള്ള വേർഡ് റീപ്ലേസ് ചെയ്യാം. ആനുപാതികമായി. The number of doctors in the outpatient departments was not commensurate with the number of patients seeking medical care. അതായത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സിന്റെ, അതിനെക്കുറിച്ച് വന്ന ഒരു റിപ്പോർട്ടാണ്. ഹെൽത്ത് കെയർ റിലേറ്റഡ് ഒരു മെറ്റീരിയൽ ആർട്ടിക്കിൾ ആയിരുന്നു. അതിൽ വന്നത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഉള്ള ഡോക്ടേഴ്സിന്റെ നമ്പറും വരുന്ന പേഷ്യൻസിന്റെ നമ്പറൂടെ മെഡിക്കൽ കെയറിന് വരുന്ന, അതായത് വരുന്ന പേഷ്യൻസിന്റെ നമ്പറൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിൽ ആനുപാതികമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വലന്റ് അല്ല എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല എന്നുള്ളതായിരുന്നു ആ ആർട്ടിക്കിളിൽ പറഞ്ഞിരുന്നത്. നോട്ട് ഓൺലി ഡോക്ടേഴ്സ്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത്. അതിലൊരു സെന്റൻസ് ആണിത്. അപ്പൊ ഈ പറയുന്ന പെർട്ടിക്കുലർ സെന്റൻസിന്റെ അർത്ഥം വാസ് നോട്ട് ഈക്വലന്റ് ടു എന്നാണ്. അതായത് നമ്പർ ഓഫ് ഡോക്ടേഴ്സും നമ്പർ ഓഫ് പേഷ്യൻസും, ഒരു ഡോക്ടർ ഇത്ര പേഷ്യൻസിനെ നോക്കാൻ പറ്റുള്ളൂ, അപ്പം അതിനുള്ള ആനുപാതികമായിട്ട് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമൻഷറേറ്റ്. ഓക്കെ, അടുത്തത് സ്റ്റാൻഡ് സ്റ്റിൽ. മെനി ഓഫ് യു മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് വേർഡ് ഏർലിയർ ആസ് വെൽ. കേട്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാം. സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമാവുക എന്നാണ്. നിശ്ചലമായി, അനക്കമില്ലാതെ ആവുന്ന ഒരു അവസ്ഥയാണ് സ്റ്റാൻഡ് സ്റ്റിൽ. ട്രാഫിക് came to a standstill for over an hour. 1 മണിക്കൂർ നേരത്തേക്ക് ട്രാഫിക് നിശ്ചലമായി. മേ ബി ഡ്യൂ ടു ആൻ ആക്സിഡന്റ്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫയർ റിലേറ്റഡ് ഇൻസിഡൻസ് ആവാം, അല്ലെങ്കിൽ ട്രാഫിക് ആക്സിഡൻസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തതാവാം. അപ്പം 1 hour, an hour, 1 മണിക്കൂർ നേരത്തേക്ക് ട്രാഫിക് നിശ്ചലമായി. ഓക്കെ, സ്റ്റാൻഡ് സ്റ്റിൽ, നിശ്ചലമായി. ഇനി ഈ ഒരു വേർഡ്, ഇത് 20th സെഞ്ചുറിക്ക് ശേഷം പോപ്പുലർ ആയ ഒരു വേർഡാണ്. അപ്പം അതായത് ഇപ്പൊ നമ്മൾ കൂടുതൽ ഇപ്പൊ കേൾക്കുന്നുണ്ട്, വൊക്കേഷൻ അല്ലെങ്കിൽ വർക്കേഷൻ. അപ്പം ഈ ഒരു വേർഡ് 2 വേർഡ്സിന്റെ കോമ്പിനേഷൻ ആണ്. നമ്മൾ ഈ സ്മോഗ് പറയണ പോലെ ബ്രഞ്ച് പറഞ്ഞ, ഇതിനു മുമ്പ് ഞാൻ ബ്രഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പല വേർഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ഇൻ ദ സെൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൊക്കേഷൻ എന്നുള്ള വേർഡ് നോക്കുമ്പം, വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലസ് വെക്കേഷൻ. വർക്കും വെക്കേഷന്റെ CATION അത് കമ്പൈൻ ചെയ്താണ് വൊക്കേഷൻ എന്നും എഴുതാറുണ്ട്. വർക്കേഷൻ സി ഇല്ലാതെയും എഴുതും. ഇത് രണ്ടും കറക്റ്റ് ആണ്. രണ്ടും മീൻ ചെയ്യുന്നത് ഒന്ന് തന്നെ. എന്താണ്? നമ്മൾ ദൂരെ ഒരു സ്ഥലത്ത് മാറി നിന്ന്, വീട്ടിൽ നിന്ന് മാറി നിന്ന്, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് മാറി നിന്ന് വർക്ക് ചെയ്യുക. നമ്മൾ എവിടെയെങ്കിലും ലിഷർലി എൻജോയ് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, അതിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. അതാണ് വർക്ക് പ്ലസ് വെക്കേഷൻ എന്ന് പറയുന്നത്. സോറി, വെക്കേഷൻ ദാറ്റ് കമ്പൈൻസ് വർക്ക് ആൻഡ് ലീഷർ, അതിനെയാണ് വൊക്കേഷൻ അല്ലെങ്കിൽ വർക്കേഷൻ എന്ന് പറയുന്നത്. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ജോലിയുണ്ട്,
ദൂരെ ഒരു സ്ഥലത്ത് എന്തിനെങ്കിലും ട്രാവൽ ചെയ്യുന്നു, എന്തിനെങ്കിലും അല്ല ലെഷർ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ട്രിപ്പ് ഒക്കെ പോകൂലേ, അതിനോടൊപ്പം വർക്ക് ചെയ്യുന്നു, അതിനെയാണ് വർക്കേഷൻ എന്ന് പറയുന്നത്. വർക്ക് ആൻഡ് വെക്കേഷൻ കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ അത് പറഞ്ഞപ്പോ നമുക്ക് സ്റ്റേക്കേഷനെയും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തേക്കാം. വെക്കേഷൻ നമ്മൾ കേൾക്കാറുണ്ട്, സ്റ്റേക്കേഷൻ, വെക്കേഷൻ പറഞ്ഞു, ഇപ്പൊ വർക്കേഷൻ പറഞ്ഞു. അപ്പൊ സ്റ്റേക്കേഷൻ എന്താണ്? സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞാല് വെക്കേഷൻ തന്നെയാണ്, പക്ഷേ ഒരു ഒറ്റ ദിവസത്തേക്കൊക്കെ നമ്മൾ യാത്ര പോവുക, ഒരു ദിവസത്തേക്ക് തന്നെ എബ്രോഡ് ഒന്നും പോവാതെ നാട്ടിൽ അടുത്തുള്ള എവിടെങ്കിലും തന്നെ ഒരു ദിവസത്തേക്ക് മാറി നിൽക്കുന്നതിന്, ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നതിനെയാണ് സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത്. വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ദിവസം ഫൺ ഫിൽഡ് ആക്ടിവിറ്റീസ്, ഒത്തിരി രസകരമായ ആക്ടിവിറ്റീസിലൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനെയും, അതുപോലെ തന്നെ ഒരു ദിവസം മാക്സിമം 2 ഡേയ്സ്, അത്രയും ദിവസത്തേക്ക് മാത്രം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, പക്ഷെ അടുത്തെവിടെങ്കിലും, എബ്രോഡ് ഒന്നും പോകുന്നില്ല, അടുത്തെവിടെങ്കിലും തന്നെ ഒരു ദിവസത്തേക്കൊക്കെ മാറി നിന്ന് എൻജോയ് ചെയ്യുന്നതിനെ നമുക്ക് സ്റ്റേക്കേഷൻ എന്ന് പറയാം. എ വെക്കേഷൻ സ്പെൻഡ് അറ്റ് ഹോം ഓർ നിയർ ബൈ എന്ന് പറയുന്നു. ഓക്കെ, ലിഷർ തന്നെയാണ് അവിടെയും വരുന്നത്. ഓക്കെ, ഹിതർടു, ഇതിനുള്ള ഇക്വലന്റ് വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അൺടിൽ നൗ എന്നുള്ള വേർഡ് എവ്രി വൺ ഈസ് ഫാമിലിയർ അല്ലെ. അൺടിൽ നൗ, ടിൽ നൗ ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും. ഇതുവരെ, അൺടിൽ നൗ, ആസ് ഓഫ് നൗ ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇച്ചിരി കൂടെ ഫോർമൽ ആയിട്ടുള്ള ഒരു വേർഡാണ് ഹിതർടു. ഹിതർടു അത്രയും പോപ്പുലർ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊന്നും കേൾക്കാറില്ല. റൈറ്റിംഗിൽ ഡെഫിനറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡാണ് ഹിതർടു. ഹിതർടുവിന്റെ മീനിങ് അൺടിൽ നൗ തന്നെയാണ്, ഇതുവരെ എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ എന്റെ സെന്റൻസ് നോക്കിക്കേ. ഹിതർടു വി ഹാഡ് നോ പ്രോബ്ലംസ് വിത്ത് ദ സിസ്റ്റം. സിസ്റ്റം വെച്ച് ഇതുവരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, സിസ്റ്റവുമായിട്ട് ഒരു പ്രശ്നവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. വി ഹാഡ് നോ പ്രോബ്ലംസ് വിത്ത് ദ സിസ്റ്റം. ഷീ ഹാഡ് ഹിതർടു ബീൻ അൺഅവെയർ ഓഫ് ദ ട്രൂത്ത്. അവിടം വരെ, അപ്പോൾ വരെ അവക്ക് സത്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. അതുവരെ അവക്ക് സത്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. പാസ്റ്റിലാ പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് അതുവരെ സത്യം എന്താണെന്ന് അറിയില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പാസ്റ്റിലേക്കാണ് റെഫർ ചെയ്തത്. ഹാഡ് വന്നിട്ടുണ്ട്, ഹാഡ് ബീൻ ആ വന്നിരിക്കുന്നത്. ടെൻസ് ഒന്നും ഞാനിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ടെൻസിന് ഏത് ഫോം ആണെന്നൊന്നും പറയുന്നില്ല, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഹിതർടുവിന്റെ മീനിങ് എന്താണ്? ഇതുവരെ എന്നുള്ള മീനിങ് ആണ്, ഇതുവരെ. ഓക്കെ, നെക്സ്റ്റ്, ഫേസിങ് ഓൾ ഓഡ്സ്. ഓഡ് വൺ ഔട്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിക്ക് ദ ഓഡ് വൺ ഔട്ട്, സെറ്റ് ഓഫ് പിക്ചേഴ്സ് വന്നിട്ട് അല്ലെ. ഇപ്പൊ ഫേസിങ് ഓൾ ഓഡ്സ് എന്ന് പറഞ്ഞാല് എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ട് സക്സസ് ഒരിക്കലും ഉണ്ടാവില്ല, വിജയം ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരുന്ന, അതിനെ സക്സീഡ് ചെയ്യുന്ന, മുന്നോട്ട് വന്ന് അതിനെ ഫേസ് ചെയ്ത്, പ്രോബ്ലംസിനെ ഫേസ് ചെയ്ത്, പ്രതിബന്ധങ്ങളെ ഫേസ് ചെയ്ത് ജയിക്കില്ല എന്ന് മറ്റുള്ളവർക്ക് എല്ലാവർക്കും, നമുക്ക് പോലും ഉറപ്പുണ്ടാകുന്ന സിറ്റുവേഷനിൽ പൊരുതി ജയിക്കുന്നതിനെയാണ് ഫേസിങ് ഓൾ ഓഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ടു അച്ചീവ് സംതിങ് ഡിസ്പൈറ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ് ആൻഡ് യു വെർ ലൈക്ലി നോട്ട് ടു സക്സീഡ്. കണ്ടോ, ലൈക്ലി നോട്ട് ടു സക്സീഡ്, വിജയിക്കുന്ന ഒരു ഉറപ്പുമില്ലായിരുന്നു. യു വെർ ലൈക്ലി നോട്ട് ടു സക്സീഡ് എന്ന് വെച്ചാൽ വിജയിക്കുന്ന ഒരു ഉറപ്പുമില്ലായിരുന്നു സിറ്റുവേഷനിൽ ആ ചാലഞ്ചസ് എല്ലാം ഫേസ് ചെയ്ത് എന്തിനെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസിങ് ഓൾ ഓഡ്സ് ഷീ അച്ചീവ്ഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഫേസിങ് ഓൾ ഓഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതിനാണ്. ഫേസിങ് ഓൾ ഓഡ്സ് ദീസ് വിമൻ കെയിം ഫോർവേഡ്. ഈ ഒരു ഇതായിരുന്നു പേപ്പറിൽ കണ്ടിരുന്ന ന്യൂസ്. ഫേസിങ് ഓൾ ഓഡ്സ് ദീസ് വിമൻ കെയിം ഫോർവേഡ്, ഇടയ്ക്കുന്നൊരു സെന്റൻസ് എടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ദീസ് വിമൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെന്തായിരിക്കും? ഡെഫിനറ്റ്ലി കാണുമ്പോൾ, ന്യൂസ് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മറ്റേ ഹേമ കമ്മീഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഒരു വെർഡിക്റ്റ് അല്ല, ഒരു ഇതായിരുന്നു ഫേസിങ് ഓൾ ഓഡ്സ് ദീസ് വിമൻ കെയിം ഫോർവേഡ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ, സക്സസ് ഉണ്ടാവുന്ന ഉറപ്പില്ലാതെ തന്നെ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഓക്കെ, another sentence. Despite facing all odds, she achieved her dream of becoming a doctor. Despite facing എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഫേസ് ചെയ്തെങ്കിലും അവൾ അവളുടെ ഡോക്ടർ ആവുക എന്നുള്ള സ്വപ്നം സഫലീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫേസിങ് ഓൾ ഓഡ്സ്. അടുത്തത് ഷോർട്ട് ഫോൾ. ഫോൾ ഷോർട്ട് എന്ന് കേട്ടിട്ടുണ്ടാവാം. അപ്പൊ ഷോർട്ട് ഫോൾ എന്തായിരിക്കും? ഷോർട്ട് ഫോളും ഡെഫിസിറ്റ് ഓഫ് സംതിങ്, എന്തിനെങ്കിലും കുറവിനെ പറയാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫോൾ യൂസ് ചെയ്യാം. സെന്റൻസ് നോക്കാം നമുക്ക്. there is a shortfall in this month's budget. ഈ മാസത്തെ ബഡ്ജറ്റിൽ ഒരു കുറവുണ്ട്. there is a shortfall in this month's budget. there was a shortfall in the rice stock at home this week. ഈ ആഴ്ച, that week എന്നോ എന്ന് പറയാം, ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച
എന്താണ് റൈസ് സ്റ്റോക്കിൽ കുറച്ച് കുറവുണ്ടായിരുന്നു, വീട്ടിൽ റൈസ് സ്റ്റോക്കിൽ കുറച്ച് കുറവുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർത്ഥം. there was a shortfall in the rice stock at home എന്ന് പറയാം. ഓക്കെ, അടുത്തത് ഒരു ഒരു പുതിയൊരു വേർഡാണിത്. പുതിയ വേർഡ് ഇൻ ദ സെൻസ് നമ്മൾ മച്ച് ഫെമിലിയർ അല്ലാത്തൊരു വേർഡാണ്. വേർഡ് ഇവിടെ ഉണ്ട് നേരത്തെ തന്നെ, നമ്മൾ അത്ര ഫെമിലിയർ അല്ല. ഇന്റേണിസൈൻ. ഇന്റേണിസൈൻ എന്ന് പറഞ്ഞാൽ ഇന്റേണിസൈൻ എന്നാ പറയുന്നത്. ഇന്റേണിസൈൻ എന്ന് പറഞ്ഞാല് എസ്പെഷ്യലി നമ്മൾ ഡിസ്പ്യൂട്ട്സിന്റെ കേസിൽ, വഴക്കുകളുടെ കേസിൽ, കോൺഫ്ലിക്റ്റ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ വേർഡ് കൂടുതലായിട്ട് കാണുന്നത്. ഇന്റേണിസൈൻ എന്ന് പറഞ്ഞാല് അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന രണ്ട് പാർട്ടിക്കും എന്താണ് നാശകരമായിട്ടുള്ള, അവർക്ക് രണ്ടു കൂട്ടർക്കും നാശമുണ്ടാക്കുന്ന, ഡിസ്ട്രക്റ്റീവ് ടു ബോത്ത് സൈഡ്സ്, രണ്ട് ഭാഗത്തിനും നാശമുണ്ടാക്കുന്ന വഴക്കുകൾ, അതിന് നമുക്ക് ഇന്റർനെസൈൻ കോൺഫ്ലിക്ട്സ് എന്ന് പറയാം. ഇന്റർനെസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂയിനസ് ആണ്, എന്താണ്, മാരകമാണ്, ഡെഡ്ലി ആണ്, മാരകമാണ്, ഡിസ്ട്രക്റ്റീവ് ആണ്, ഹാനികരമാണ്, പരസ്പര വിനാശകമായ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്ന, രണ്ടു കൂട്ടർക്കും ഒരുപോലെ പ്രശ്നം ഉണ്ടാക്കുന്ന, അതാണ് ഇന്റർനെസൈൻ കോൺഫ്ലിക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. The internecine conflict between the two groups caused great destruction. രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഇന്റർനെസൈൻ. അപ്പൊ ആ ഇന്റർനെസൈൻ കോൺഫ്ലിക്റ്റ് കാരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെഡ്ലി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് കാരണം ഒത്തിരി വലിയ നാശനഷ്ടം ഉണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇന്റർനെസൈൻ കോൺഫ്ലിക്ട്സ്. അടുത്തത് റീലിംഗ് അണ്ടർ. റീലിംഗ് അണ്ടർ, റീൽ അണ്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ആദ്യം. To be in an unsteady state. ഉറപ്പില്ലാത്തൊരവസ്ഥ. അൺസ്റ്റഡി ആണ്, someone unsteady എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേവർ ചെയ്യുന്നു, നേരെ നിൽക്കാൻ പറ്റുന്നില്ല. To feel confused, shocked due to some kind of blow or intoxication. കൺഫ്യൂസ്ഡ് ആവുക, ഒരു നിശ്ചയമില്ലാണ്ട് വരിക. അപ്പം എന്ത് കാരണമാണ്? എന്തെങ്കിലും ഒരു അടി കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ കാരണം, എന്തെങ്കിലും ആൽക്കഹോൾസിന്റെ എഫക്റ്റിലായിരിക്കാം. ആ ഒരു അൺസ്റ്റഡി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് റീലിംഗ് അണ്ടർ എന്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പം റീലിംഗ് അണ്ടർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ സെന്റൻസ് വന്നിരുന്നത്, ഈ സെക്കൻഡ് സെന്റൻസ് ആണ്, they would not permit a liquid plant in a place reeling under water scarcity. അപ്പൊ റീലിംഗ് അണ്ടർ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഓൾറെഡി ആ ഒരു ഏരിയ വാട്ടർ സ്കാർസിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷാമം, വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു ഏരിയ ആണ്. ആ ഏരിയ ഓൾറെഡി റീലിംഗ് അണ്ടർ വാട്ടർ സ്കേസിറ്റി. റീലിംഗ് അണ്ടർ വാട്ടർ സ്കേസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു ലിക്വിഡ് പ്ലാന്റ് അവർ പെർമിറ്റ് ചെയ്യില്ല. അപ്പൊ ഇത് ഏതാ ന്യൂസ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ ഹി റീൽഡ് അണ്ടർ ദ ബ്ലോ, അതാണ് നമ്മൾ എടുത്ത സെന്റൻസ്. ഹി റീൽഡ് അണ്ടർ ദ ബ്ലോ. അഗൈൻ എന്താണ്? ഹി ലോസ്റ്റ് ഹിസ് സ്റ്റഡി സ്ട്രേറ്റ്, അല്ലെങ്കിൽ അൺസ്റ്റഡി സ്റ്റേറ്റിലായി, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി എന്നാണ് പറയുന്നത്. ഐ ആം റീലിംഗ് അണ്ടർ അൺഎംപ്ലോയ്മെന്റ്. റീലിംഗ് അണ്ടർ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലാത്ത ആ ഒരു അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടുകയാണെന്നാണ് അതിന്റെ അർത്ഥം. ഐ എം റീലിംഗ് അണ്ടർ. ഓക്കെ, അടുത്തത് ഓക്കെ, ഇത് അനദർ എന്താണ്, ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ്, പക്ഷെ നമ്മൾ അധികം ഉപയോഗിക്കാറില്ലാത്തൊരു വേർഡാണ്. ഇതിന് പറയണത്, ഇത് PYRRHIC, അതിനെ നമ്മൾ ഫെറിക് എന്നാണ് പറയണത്. ഫെറിക് പീസ്, ഫെറിക് വിക്ടറി എന്നൊക്കെയാണ് പറയുന്നത്. ഫെറസ് എന്ന് പറയുന്ന ഒരു കിങ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് ആയിട്ടാണ് ഈ വേർഡ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു ഗ്രീക്ക് കിങ് ആയിരുന്നു. ഫെറസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് കിങ് ആയിരുന്നു. റോമിനെയൊക്കെ ഒത്തിരി അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു കിങ് ആൻഡ് സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു അദ്ദേഹം. ഹെലനിസ്റ്റിക് പീരീഡിലൊക്കെ ഉള്ള, അതൊക്കെ പോട്ടെ. അപ്പം ആ അദ്ദേഹത്തിനോടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഫെറിക് എന്നൊരു അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്താണെന്ന് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൗണിന് മുമ്പ് ആഡ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്, സംതിങ് വിച്ച് ഡിസ്ക്രൈബ്സ് എ നൗൺ. അപ്പം നൗണിന് മുമ്പാണ് നമ്മൾ ഈ വേർഡ് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാല്, വിജയമുണ്ടായി, പക്ഷെ ആ വിജയത്തിന് വേണ്ടി ഒത്തിരി നാശനഷ്ടം അനുഭവിക്കുന്നു. അപ്പൊ അതിയായ നാശനഷ്ടങ്ങളിലൂടെ ലഭിച്ച വിജയം, അപ്പം അതാണ് ഫെറിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്ന ഫെറിക് പീസ് ആയിരുന്നു. ഇപ്പം ഈ അടുത്തിടയ്ക്ക് വോർ റിലേറ്റഡ് കാര്യങ്ങളോ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് സീസ് ഫയർ എഗ്രിമെന്റ് വന്നത് എവിടെയാണെന്നും അതൊക്കെ അറിയാം. അപ്പം ആ ഒരു കൺട്രിയിൽ ഉണ്ടായ ഒരു സമാധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്ത ആ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഫെറിക് പീസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒത്തിരി നാശനഷ്ടങ്ങളിലൂടെയാണ് അവർക്ക് ആ ഒരു സമാധാനം ലഭിച്ചത്. ഫെറിക് പീസ് എന്നായിരുന്നു ആർട്ടിക്കിളിന്റെ ഹെഡിങ്. ഫെറിക് പീസ്, അതായത്
ആ പീസ് കിട്ടിയത് ഒത്തിരി നാശനഷ്ടങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ്. പതിയായ നാശനഷ്ടങ്ങളിലൂടെ ലഭിച്ച വിജയം അതൊരു വിജയമാണെന്ന് അപ്പൊ കൺസിഡർ ചെയ്യാൻ പോലും പറ്റില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ഈ പറഞ്ഞ ഫെറസ് എന്ന് പറഞ്ഞ കിങ്ങും ഒത്തിരി വിജയങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കൺട്രിക്കും ഒത്തിരി നാശനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് ആ വിജയം ഉണ്ടായിട്ടുള്ളത്. നികത്താനാവാത്ത പോലത്തെ നഷ്ടങ്ങൾ ഉണ്ടായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഹെറിക് എന്നുള്ള അഡ്ജക്റ്റീവ് യൂസ് ചെയ്യാം. അതായത് നമുക്ക് വിജയം കിട്ടി, പക്ഷെ ആ വിജയത്തിന് വേണ്ടി നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഹെറിക് എന്ന് യൂസ് ചെയ്യാം. വിജയം എന്നുള്ളതല്ല, അങ്ങനെയുള്ള ഏത് സിറ്റുവേഷനിലും ഹെറിക് എന്നുള്ള അഡ്ജക്റ്റീവ് നമുക്ക് യൂസ് ചെയ്യാം. ഹെറിക് പീസ്, ഹെറിക് വിക്ടറി ഒക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് മീനിങ്സ് എല്ലാം നോക്കാം. Won at too great a cost to have been worthwhile for the victor. വിക്ടറി അച്ചീവ് ചെയ്ത ആൾക്ക് അതൊരു വർത്ത് ആണെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിജയത്തിനെ നമുക്ക് ഹെറിക് വിക്ടറി എന്ന് പറയാൻ പറ്റും. അതിയായ നാശനഷ്ടങ്ങളിലൂടെ ലഭിച്ച വിജയം. Winning the court case turned out to be a Pyrrhic victory as the legal fees left him bankrupt. അതായത് കോർട്ടിലെ കേസ് വിജയിച്ചു, അതൊരു Pyrrhic victory ആണെന്ന് പറയണം. കാരണം അതിന് കൊടുത്ത ഫീസ്, അഡ്വക്കേറ്റിന് ലോയറിന് കൊടുത്ത ഫീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കടത്തിലാക്കി, ബാങ്ക്രപ്റ്റ് ആക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു വിജയം എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ വിജയമാണ് താനും. ഓക്കെ, അടുത്തത് അപ് ടു ദ മാർക്ക്. കേട്ടിട്ടുണ്ടാവാം. അപ് ടു ദ റിക്വയർഡ് സ്റ്റാൻഡേർഡ്, പ്രതീക്ഷിച്ച നിലവാരം പുലർത്തുക. ദ പെർഫോമൻസ് കെയിം അപ് ടു ദ മാർക്ക്. ഹെർ പെർഫോമൻസ് വാസ് അപ് ടു ദ മാർക്ക്. യെസ്, പ്രതീക്ഷിച്ച നിലവാരം പുലർത്തി, വിചാരിച്ച സ്റ്റാൻഡേർഡ് അവൾ കീപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിൽ നമ്മൾ ഫെമിലിയർ അല്ലാത്ത ഇന്റർനെസൈൻ, ഹെറിക്, റീലിംഗ് അണ്ടർ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെക്കേഷൻ, വെക്കേഷൻ, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ കേൾക്കുന്ന വാക്കുകളാണ്. അപ്പം ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എപ്പോഴും പറയണത് പോലെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. എസ്പെഷ്യലി കുട്ടികൾ ഉള്ളവരുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർക്ക് ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പം അടുത്ത ദിവസം another set of words ആയിട്ട് വരാം. Till then, bye. Thank you.